ഞങ്ങളോട് സംസാരിക്കൂ മാളു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ആദരണീയരായ മാതാപിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇത്രയും വലിയ സദസ്സിന്റെ മുമ്പിൽ, ഇത്രയും വിശിഷ്ട വ്യക്തികളായ ആളുകളുടെ മുമ്പിൽ വന്ന് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയതിന് ആദ്യം തന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല. ഇതെല്ലാം എൻ്റെ ജീവിത സാഹചര്യങ്ങളും എൻ്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ അതെല്ലാം ഞാൻ ഒരു അവസരമായിട്ടാണ് കാണുന്നത്. എന്താ പറയാ, ഈ ഒരു അവാർഡ് എനിക്ക് കിട്ടാനുള്ള അർഹതയുണ്ടോന്നൊന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ ലക്ഷ്യം IAS ഓഫീസർ ആവാന്നുള്ളതാണ്. അപ്പോ ഒരു IAS ഓഫീസർ ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ നിന്ന് ഈ അവാർഡ് മേടിക്കുമ്പോൾ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ സ്ത്രീകളാണ്, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വ്യക്തി സ്വാതന്ത്ര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അതെല്ലാം അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു കാലഘട്ടമല്ല നമുക്ക് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടാവില്ല, നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ആളുകൾ പറയും വേറെ പണിയൊന്നുമില്ല അവക്കെന്ന്. പക്ഷെ നമ്മൾ തീവ്രമായിട്ട് സ്വപ്നം കാണുക, നമ്മൾ കാണുന്ന സ്വപ്നത്തെ തീവ്രമായിട്ട് പിന്തുടരുക. നമ്മൾ കാണുന്ന സ്വപ്നം നമ്മുടെ സമൂഹത്തിനും കൂടി ഉപകരിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളായിരിക്കണം നമ്മൾ കാണേണ്ടത്. ഇത്രയും കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നിട്ട് ഈ 9 കിലോമീറ്റർ വരുന്ന കായൽ എനിക്ക് നീന്താൻ പറ്റിയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും 9 കിലോമീറ്റർ അല്ല, ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റൂന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. ഒരിക്കലും നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ കൈവിടാതിരിക്കുക. നമ്മൾ കാണുന്ന സ്വപ്നത്തെ തീവ്രമായിട്ട് പിന്തുടരണം. നമ്മുടെ സമൂഹത്തിനും കൂടി ഉപകരിക്കുന്ന രീതിയിലായിരിക്കണം. വീട്ടുകാരും നാട്ടുകാരും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അതെല്ലാം നമ്മൾ ഒരു അവസരമാക്കി എടുക്കണം. നിങ്ങളോടൊന്നും ഞാനിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പറഞ്ഞു തരാൻ പാകത്തിനുള്ള ആളും ഞാനില്ല. പക്ഷെ ഇന്ന് എനിക്കിവിടെ ഇത്രയും വലിയൊരു അവാർഡ് തന്നതിനും ഇവിടെ വിളിച്ച് നിങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ട്, ഞാനിങ്ങനെ വേദികളിലൊന്നും പോയി സംസാരിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ വണ്ടിയും ഓടിച്ച് ഡ്രൈവിങ്ങും പഠിപ്പിച്ചൊക്കെ നടന്നതാണ്. അപ്പോ ഇനി അടുത്ത ലക്ഷ്യം ഒരു IAS ഓഫീസർ ആവുക എന്നുള്ളതാ. കാരണം അതെനിക്ക് ആയേ പറ്റൂ. കാരണം നമ്മുടെ സമൂഹത്തിൽ എന്നേക്കാൾ എന്താ പറയാ മോശമായ രീതിയിൽ താമസിക്കുന്ന സ്ത്രീകളും കുട്ടികളും ഉണ്ട്. അവരുടെ ഉന്നമനത്തിനായി ആ ജീവിത വഴിയിലൂടെ വന്ന ആൾക്കേ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ഇപ്പോൾ എനിക്ക് പഠിക്കാൻ പോവാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കണേ. 2016 ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ ഒരു IAS ഓഫീസർ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിലേ എനിക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ നിന്ന് ഞാൻ ഇറങ്ങി പോവാണ്. നന്ദി, നമസ്കാരം. ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്. മാളു ഷെയ്ഖയുടെ ഇനിയുള്ള പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ തുകയും മമ്മൂക്ക വഹിക്കുന്നതാണ്. അതിന്റെ ആദ്യ ഗഡുവായ 1 ലക്ഷം രൂപ മമ്മൂക്കയുടെ വീട്ടിൽ പോയി ചായ കഴിച്ച് വാങ്ങണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടിയാണ്. അഭിനന്ദനങ്ങൾ മാളു. മാളുവിന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവട്ടെ. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളും അതോടൊപ്പം തന്നെ എണീറ്റ് നിന്ന് നിറഞ്ഞ കൈയോടുകൂടി മാളുവിനെ സ്വീകരിച്ച ഈ സദസ്സും എല്ലാം പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ്. അഭിനന്ദനങ്ങൾ.